മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മഞ്ജുവിനെയും കൂടി കമലേശ്വരം തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് നിന്നോടുള്ള പ്രതികാരം വീട്ടാൻ തന്നെയാണ് മോളെ. കാരണം അടുക്കളയിലേക്ക് കയറാൻ എനിക്ക് പോലും അനുവാദമില്ല. അപ്പം മഞ്ജുവിനും കൂടി വേണ്ടിയിട്ടുള്ള ഫുഡ് നീയും കൂടി ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച് മനഃപൂർവ്വം നിന്നെ ഇട്ട് കഷ്ടപ്പെടുത്തുവാണ് മഹാലക്ഷ്മിയും ആ കണ്ണനും കൂടി ചേർന്ന് എന്ന് ദുർഗ പറയുമ്പോൾ അതെനിക്ക് മനസ്സിലാകുന്നുണ്ട്. സഹിക്കാവുന്നതിൻ്റെ അപ്പുറം ഞാൻ സഹിച്ചു. ഇനി ഞാൻ ക്ഷമിക്കില്ല. ക്ഷമയുടെ നെല്ലിപ്പലക തെറ്റി നിൽക്കുവാണെന്നൊക്കെ കരുണയും പറയുന്നു. ശേഷം മുത്തശ്ശിയും പ്രതാപനും കുറേ നേർച്ചകൾ നേർന്നിട്ടുണ്ടായിരുന്നു. അതായത് കണ്ണനും അതുപോലെ മഹാലക്ഷ്മിക്കും ആപത്തുകൾ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ തൻ്റെ മകൾ രാജകുമാരിയെ പോലെ ജീവിക്കുകയാണ് കമലേശ്വരം തറവാട്ടിലെങ്കിൽ നടത്താമെന്ന് പറഞ്ഞ നേർച്ചകളെല്ലാം അതൊരു നേർച്ചക്കടമായിട്ട് ഇട്ടേക്കണ്ട. കാര്യമൊന്നും നടന്നില്ല എങ്കിലും ആ ഒരു നേർച്ചക്കടം ബാക്കിയായി വെച്ച് ഇനി തങ്ങളുടെ കൊച്ചുമകൾക്ക് അതിൻ്റെ പേര് ഒരു കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരണ്ട എന്ന് വിചാരിച്ച് ആ ഒരു നേർച്ചകളെല്ലാം നടപ്പാക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശിയും പ്രതാപനും ഒരുങ്ങി പോകുമ്പോഴത്തേക്കും മോഹിനിയമ്മ വന്ന് ചോദിക്കുന്നുണ്ട് രണ്ടാളും കൂടി ഇത് എങ്ങോട്ടേക്കാണെന്ന്. അപ്പം ക്ഷേത്രത്തിലേക്കാണ്, കുറേ നേർച്ചകൾ നേർന്നിട്ടുണ്ട്, അതൊക്കെ ഒരു കട ആക്കി വെക്കണ്ട, നടപ്പാക്കാമെന്ന് വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് മോഹിനിയമ്മ ഓരോന്നും പറയുന്നു. അപ്പം മുത്തശ്ശിക്കും പ്രതാപനും കലിയാകുന്നുണ്ട്. അപ്പം മുത്തശ്ശിയാണെങ്കിൽ അവസാനം ദേഷ്യത്തോടെ മോഹിനിയമ്മയോട് പറയുന്നു, നീ കൂടുതൽ അഹങ്കരിക്കുകയൊന്നും വേണ്ട. നിൻ്റെ മോൾ മഹാലക്ഷ്മിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ഈ ഭൂമി കാണില്ല. പറയുന്നത് ഞാനാ. എന്നാലും നിങ്ങളുടെ ദുഷിച്ച മനസ്സിനും ചിന്തയ്ക്കും ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലല്ലേ? ഇത്രയും തിരിച്ചടികൾ കിട്ടിയിട്ടും ഞങ്ങളുടെ സ്വഭാവം മാറ്റാൻ നടക്കുന്ന സമയത്ത് നീ നിൻ്റെ മകളുടെ സ്വഭാവം മാറ്റാൻ നോക്ക്. ഒന്നുമില്ലെങ്കിൽ കരുണമോള് നിൻ്റെ വയറ്റിൽ നിന്നുണ്ടായതല്ലേ, ആ കുഞ്ഞിനെ അവളിട്ട് പെടാപ്പാട് പെടുത്തിക്കുക എന്ന് പറഞ്ഞ് മുത്തശ്ശിയാണെങ്കിൽ ദേഷ്യത്തോടെ അങ്ങ് പോകുന്നുണ്ട്. അതേസമയം മഹാലക്ഷ്മി രാവിലെ തന്നെ കരുണയോട് കിച്ചണിൽ എന്തൊക്കെ ചെയ്യണമെന്ന് വന്ന് ഓർഡർ കൊടുക്കുന്നുണ്ട്. എന്നെയും കൊണ്ട് ഇനി ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല. സഹിക്കാവുന്നതിൻ്റെ അപ്പുറം ഞാൻ സഹിച്ചു. ഇനി ഒരു ജോലിയും ഞാൻ ചെയ്യില്ല എന്ന് തീർത്ത് കരുണ വെല്ലുവിളിച്ച് പറയുന്ന സമയത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചാൽ മാത്രമേ നിനക്ക് വീട്ടിൽ തുടരാൻ പറ്റൂ. ഇത് എൻ്റെ ഓർഡറല്ല, കണ്ണേട്ടൻ്റെ ഓർഡറാ, അറിയാലോ. ഞങ്ങൾ പറയുന്നത് എന്തെങ്കിലും അനുസരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് എന്ന് പറഞ്ഞ് മഹാലക്ഷ്മിയാണെങ്കിൽ കരുണയെ വരട്ടുന്ന സമയത്ത് കരുണയാണെങ്കിൽ കലിയോടിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇനി ഒരു നിമിഷം എനിക്ക് ഇവളുടെ ആജ്ഞ സ്വീകരിക്കാൻ പറ്റില്ല. ഇവളുടെ ദാസിയായിട്ട് നിൽക്കുന്നതിനേക്കാളും ഭേദം ഇവളെ കൊന്ന് വരുന്ന ശിക്ഷ എന്തുവാന്ന് വെച്ചാൽ ഏറ്റെടുക്കുന്നതാ. അതേസമയം ലേഖയാണെങ്കിൽ അനന്തുവിനോട് പറയുന്നുണ്ട്, എന്തായാലും അനന്തുവേട്ട എനിക്ക് നല്ല പേടിയാകുന്നു. 2 പ്രഗ്നൻ്റ് ആയിട്ടുള്ള പെൺകുട്ടികളാ കമലേശ്വരം തറവാട്ടിൽ നിൽക്കുന്നത്. അതും കുഞ്ഞുണ്ടായിട്ട് നഷ്ടമായതിൻ്റെ ദേഷ്യത്തിലിരിക്കുന്ന കരുണയും പിന്നെ സ്വന്തം മകളുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ ശ്രമിച്ച ദുർഗയെന്ന് പറയുന്ന സ്ത്രീയും ഉള്ള വീട്ടിൽ അവർ 2 പേരും കൂടി എന്തെങ്കിലും കലക്കി കൊടുക്കുന്ന പേടി. അറിയാലോ അനന്തുവേട്ടന്, മുമ്പൊരിക്കൽ വിഷമരുന്നുള്ളിപ്പോയതിൻ്റെ പേര് മഹാലക്ഷ്മി എന്തുമാത്രം കഷ്ടപ്പാട് അനുഭവിച്ചു. അതിൻ്റെ സൈഡ് എഫക്റ്റ് ഇപ്പോഴും മാറിയിട്ടില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ താൻ പേടിക്കേണ്ട. എന്തായാലും കണ്ണനൊന്നും കാണാതെ അവരെ 2 പേരെയും അവിടെ കൂട്ടിക്കൊണ്ടു പോകില്ലല്ലോ. ഇപ്പോൾ കണ്ണൻ നടക്കാൻ തുടങ്ങുന്ന കാര്യം പ്രതാപനും മുത്തശ്ശിക്കും അറിയാം. എന്തെങ്കിലും ചെയ്താൽ തന്നെ അവരോട് കണക്ക് ചോദിക്കാൻ വരുന്നത് മാർക്കോ ആയിരിക്കില്ല, കണ്ണനായിരിക്കും എന്നുള്ള കാര്യം പ്രതാപനിപ്പം മനസ്സിലായതല്ലേ ഉള്ളൂ. പക്ഷേ എങ്കിലും കരുണയ്ക്കറിയില്ലല്ലോ കണ്ണേട്ടൻ നടക്കാൻ തുടങ്ങിയ കാര്യം. താൻ വിഷമിക്കേണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ണനോട് പറഞ്ഞ് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം എന്ന് പറയുന്നുണ്ട്. അതേസമയം മഹാലക്ഷ്മി ഇതൊക്കെ സംസാരിച്ച് താഴേക്ക് ഇറങ്ങി വരാൻ ഒരുങ്ങുമ്പോഴത്തേക്കും ദേഷ്യത്തോടെ കരുണ പിന്നാലെ വന്ന് മഹിയെ തട്ടിയിടാൻ വേണ്ടിയിട്ട് ഓടി വരുന്നുണ്ട്. അപ്പോഴത്തേക്കും താഴെ നിന്ന് മഞ്ജു അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മഞ്ജു ആണെങ്കിൽ പെട്ടെന്ന് ഇത് കണ്ടിട്ട് ഏട്ടത്തിന്ന് വിളിച്ച് ഒച്ച വെക്കുമ്പോഴത്തേക്കും മഹി തിരിഞ്ഞു നോക്കുന്നതും കരുണ തള്ളിയിടാനായിട്ട് വരുന്നതും കണ്ട് പേടിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും മഹിയെ തട്ടിയിടുമെന്ന് തോന്നുന്നില്ല. കാരണം അങ്ങനെ ഇപ്പോൾ തള്ളി വീണാൽ തന്നെ മാസം അടുത്തിരിക്കുന്ന പെൺകുട്ടി എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും ആ ഒരു കരുണയുടെ ശ്രമം മഞ്ജു കാണുന്നതോടെ ഇല്ലാണ്ടാവാനാണ് സാധ്യത. എന്തായാലും നടന്ന കാര്യങ്ങൾ മഞ്ജുവും മഹിയും കണ്ണേട്ടനെ വിളിച്ചറിയിക്കുന്നു. അങ്ങനെ കണ്ണേട്ടൻ ഷോക്കായി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും കരുണയ്ക്ക് തിരിച്ചടി ഇനി ഉടനെ കിട്ടിയേ പറ്റൂ. കണ്ണേട്ടൻ നടക്കാൻ തുടങ്ങിയെന്നുള്ള കാര്യം അറിഞ്ഞാൽ മാത്രമേ കരുണയുടെ ആ ഒരു വീറും വാശിക്കും ഒരല്പം ശമനം കിട്ടൂ. മാത്രമല്ല അച്ഛനും മുത്തശ്ശിയും ജയിലിലും പോകണം ചെയ്ത കുറ്റങ്ങൾക്ക്. അതോടെ കരുണ എല്ലാവരുടെയും മുമ്പിൽ ജോലി ചെയ്യാൻ ഇനി മടി കാണിക്കാനും പറ്റില്ല, ചെയ്തേ പറ്റൂ. സ്വന്തം കൂടപ്പറപ്പിനോട് ചെയ്ത കൊടും ചതിക്കും അതുപോലെ
വന്നു കയറിയ വീട്ടിൽ കാണിക്കുന്ന ക്രൂരതകൾക്കുമെല്ലാം കരുണയ്ക്കിനി തിരിച്ചടി കിട്ടേണ്ട സമയം അതിക്രമിച്ചു എന്ന് തന്നെ പറയാനുള്ളൂ. അപ്പോൾ ആ ഒരു കിടിലൻ തിരിച്ചടി എപ്പിസോഡുകൾക്കായിട്ട് കാത്തിരിക്കാം. എന്തായിരിക്കും ഇനി ഈ കാര്യം അറിയുന്ന കണ്ണൻ കരുണയ്ക്ക് വിധിക്കുന്ന ശിക്ഷ? കാത്തിരിക്കാം.